ലബനൻ അതിർത്തിയിൽ ഇസ്രയേൽ പ്രതിരോധ സേനയെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തോടെ പശ്ചിമേഷ്യൻ യുദ്ധമുഖം വീണ്ടും അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇരുവിഭാഗവും തമ്മിൽ മാസങ്ങളായി തുടരുന്ന ഏറ്റുമുട്ടലുകളിൽ ഏറ്റവും വിനാശകരമായ ഒന്നായിട്ടാണ് ഈ പുതിയ വ്യോമാക്രമണം വിലയിരുത്തപ്പെടുന്നത്. അതിർത്തി മേഖലകളിൽ സുരക്ഷ ശക്തമാക്കിയിരുന്ന ഇസ്രയേൽ ക്യാമ്പുകളെ അപ്രതീക്ഷിതമായി തകർത്തുകൊണ്ടാണ് ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ പതിച്ചത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അതിർത്തിക്ക് സമീപം നടന്ന ഈ ഡ്രോൺ സ്ഫോടനത്തിൽ ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെടുകയും 2 റിസർവ് സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിർത്തിയിലെ കടുത്ത സുരക്ഷാ വലയങ്ങളെ പോലും ഭേദിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ അത്യാധുനിക വ്യോമ സംവിധാനങ്ങൾക്ക് ഇസ്രായേൽ മണ്ണിലേക്ക് തുളച്ചു കയറാൻ സാധിച്ചുവെന്നത് സൈനിക കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. പരിക്കേറ്റ സൈനികരെ അടിയന്തരമായി സൈനിക ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തങ്ങളുടെ സൈനികന് നേരെയുണ്ടായ വധത്തിന് തൊട്ടു പിന്നാലെ അതിശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേൽ വ്യോമസേന ലബനനിൽ ഉടനീളം അഴിച്ചുവിട്ടത്. ഹിസ്ബുള്ളയുടെ പ്രധാന ആസ്ഥാനങ്ങളും കമാൻഡ് സെന്ററുകളും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വലിയ തോതിലുള്ള വ്യോമാക്രമണ പരമ്പരയ്ക്കാണ് ഇസ്രായേൽ തുടക്കമിട്ടിരിക്കുന്നത്. അതിർത്തിക്കപ്പുറമുള്ള ഹിസ്ബുള്ളയുടെ സ്വാധീന മേഖലകളിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ നിരന്തരമായി ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ സൈനിക ഇൻഫ്രാസ്ട്രക്ചറുകൾ പൂർണ്ണമായും തകർക്കുക എന്ന തന്ത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ, ആയുധ സംഭരണശാലകൾ, കമാൻഡ് കൺട്രോൾ റൂമുകൾ എന്നിവ കൃത്യമായി കണ്ടെത്തിയാണ് തങ്ങൾ ആക്രമണം നടത്തുന്നതെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു. വരും ദിവസങ്ങളിൽ ആക്രമണത്തിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിപ്പിക്കുമെന്ന സൂചനയാണ് ഇസ്രായേൽ സൈനിക മേധാവികൾ നൽകുന്നത്. മറുവശത്ത് തങ്ങൾ നടത്തിയ ആക്രമണങ്ങളുടെ കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് ഹിസ്ബുള്ളയും രംഗത്തെത്തിയിട്ടുണ്ട്. ഒരൊറ്റ ദിവസം കൊണ്ട് ഇസ്രായേൽ സൈനിക താവളങ്ങൾക്ക് നേരെ 37ഓളം ആസൂത്രിത ആക്രമണങ്ങൾ നടത്തിയെന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. ഇസ്രായേലിന്റെ പ്രതിരോധ വ്യൂഹങ്ങളെ തകർക്കാൻ തങ്ങൾക്ക് സാധിച്ചുവെന്ന് വ്യക്തമാക്കുന്ന ഔദ്യോഗിക പ്രസ്താവനകളും ഹിസ്ബുള്ളയുടെ മാധ്യമ വിഭാഗം പുറത്തുവിട്ടു. ഈ പോരാട്ടത്തിൽ ഹിസ്ബുള്ള കൈവരിച്ച ഏറ്റവും വലിയ തന്ത്രപരമായ വിജയം ഇസ്രായേലിന്റെ അത്യാധുനിക ആന്റി ഡ്രോൺ സംവിധാനം തകർക്കാൻ കഴിഞ്ഞു എന്നതാണ്. ശത്രുക്കളുടെ ഡ്രോണുകളെ അന്തരീക്ഷത്തിൽ വെച്ചു തന്നെ കണ്ടെത്തി നശിപ്പിക്കുന്ന ഇസ്രായേലിന്റെ ഈ സുരക്ഷാ കവചത്തെ തകർക്കാൻ ഹിസ്ബുള്ള തങ്ങളുടെ പ്രശസ്തമായ അബാബിൽ ഡ്രോണുകളെയാണ് ഉപയോഗിച്ചത്. ഈ ആന്റി ഡ്രോൺ സംവിധാനം തകർന്നതോടെ ഇസ്രായേൽ അതിർത്തി പ്രതിരോധത്തിൽ വലിയൊരു വിള്ളലാണ് വീണിരിക്കുന്നത്. ലബനന്റെ തെക്കൻ മേഖലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള വ്യോമാക്രമണങ്ങൾ അഭൂതപൂർവമായ രീതിയിൽ ശക്തമായിരിക്കുകയാണ്. അതിർത്തി ഗ്രാമങ്ങളിലും ജനവാസ മേഖലകളോട് ചേർന്നുള്ള മലനിരകളിലും നിരന്തരമായി സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ലബനൻ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് വൻ ഭീതിയാണ് ജനിപ്പിക്കുന്നത്. സാധാരണയായി മിസൈലുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുന്ന ശൈലിയിൽ നിന്ന് മാറി ഹിസ്ബുള്ള ഇപ്പോൾ ഡ്രോൺ സാങ്കേതിക വിദ്യയിലേക്ക് വൻതോതിൽ മാറിയിരിക്കുന്നു. ഇതാണ് ഈ സംഭവം തെളിയിക്കുന്നത്. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ താഴ്ന്നു പറക്കാൻ കഴിയുന്ന ഇത്തരം ചാവേർ ഡ്രോണുകൾ ഇസ്രായേലിന്റെ വിഖ്യാതമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഇതിലൂടെ ഇസ്രായേലിന് വലിയ ജീവഹാനിയും സാമ്പത്തിക നഷ്ടവും വരുത്താൻ ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈനിക നീക്കം കേവലം അതിർത്തിയിലെ ഒരു പ്രാദേശിക സംഘർഷമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലാകെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് തിരികൊളുത്താൻ കെൽപ്പുള്ള ഒന്നാണ്. ഒരു ഇസ്രായേൽ സൈനികന്റെ മരണം ഇസ്രായേൽ സർക്കാരിനു മേൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. ഹിസ്ബുള്ളയ്ക്കെതിരെ കൂടുതൽ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ ഭരണകൂടം നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. യുദ്ധരംഗത്തെ ഈ പുതിയ സംഭവ വികാസങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ആഗോള സംഘടനകൾ ഇരുഭാഗത്തോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിർത്തിയിലെ യാഥാർത്ഥ്യം തികച്ചും വിപരീതമാണ്. സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ പൂർണ്ണമായും അടഞ്ഞ നിലയിലാണ് ഇരു രാജ്യങ്ങളും മുന്നോട്ടു പോകുന്നത്. ലബനനിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെയും ഈ സംഘർഷം ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. തെക്കൻ ലബനനിൽ നിന്നുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇസ്രായേൽ ബോംബാക്രമണങ്ങളെ ഭയന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ തകരുന്നതും ആഹാരത്തിനും മരുന്നിനും ക്ഷാമം നേരിടുന്നതും മേഖലയിലെ മാനുഷിക പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. ഡിജിറ്റൽ യുദ്ധമുറയുടെയും ആധുനിക സാങ്കേതിക വിദ്യകളുടെയും എല്ലാ ക്രൂരതകളും പ്രകടമാകുന്ന രീതിയിലാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും ഇപ്പോൾ നേർക്കുനേർ പോരാടുന്നത്.
ആകാശമാർഗമുള്ള നിരീക്ഷണങ്ങളും കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തിയുള്ള ആക്രമണങ്ങളും ഇരുപക്ഷവും ശക്തമാക്കിയിട്ടുണ്ട്. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഈ യുദ്ധം പരമ്പരാഗത യുദ്ധരീതികളെ പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ്. തങ്ങളുടെ കമാൻഡ് സെന്ററുകൾ തകർക്കപ്പെട്ടു എന്ന ഇസ്രയേലിന്റെ അവകാശവാദങ്ങളെ ഹിസ്ബുള്ള പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട്. തങ്ങളുടെ സൈനിക ശേഷി ഇപ്പോഴും സുരക്ഷിതമാണെന്നും ഇസ്രയേലിന്റെ ഏത് കടന്നുകയറ്റത്തെയും ചെറുക്കാൻ തങ്ങൾ സജ്ജമാണെന്നുമാണ് അവരുടെ നിലപാട്. ഇസ്രയേലിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് സ്ഥിരമായ ഭീഷണി ഉയർത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് അവർ ഈ ആക്രമണത്തിലൂടെ തെളിയിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ സംഘർഷം കൂടുതൽ വടക്കൻ ഇസ്രയേൽ നഗരങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഹിസ്ബുള്ളയുടെ പക്കലുള്ള ദീർഘദൂര മിസൈലുകളും കൂടുതൽ ശേഷിയുള്ള ഡ്രോണുകളും ഇസ്രയേലിന്റെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ടേക്കാമെന്ന ഭീതി നിലനിൽക്കുന്നുണ്ട്. ഇത് തടയാൻ ഇസ്രയേൽ തങ്ങളുടെ അതിർത്തികളിൽ കൂടുതൽ സേനയെ വിന്യസിച്ചു കഴിഞ്ഞു. ഈ ഒരു സൈനികന്റെ മരണവും അതിനെ തുടർന്നുണ്ടായ വൻ തിരിച്ചടികളും പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇരുപക്ഷവും തങ്ങളുടെ സൈനിക വീര്യം തെളിയിക്കാനായി കൂടുതൽ ആക്രമണങ്ങളിലേക്ക് കടക്കുമ്പോൾ വരാനിരിക്കുന്നത് വലിയൊരു ദുരന്തത്തിന്റെ നാളുകളാണെന്ന സൂചനയാണ് ലെബനൻ അതിർത്തിയിൽ നിന്ന് വരുന്നത്. വരുമാഴ്ചകളിലെ സൈനിക നീക്കങ്ങൾ ഈ മേഖലയുടെ ഭാവി നിർണയിക്കുന്നതിൽ നിർണായകമാകും.